നിനക്ക് എന്നെ കൊന്നേച്ച് നിനക്ക് വല്ലതും വാങ്ങിക്കാനുണ്ടോ? നിനക്ക് എന്നെ കൊന്നേച്ച് വല്ലതും കിട്ടാനുണ്ടോ? എനിക്ക് ഒരു സാധനവും വേണ്ട. പിന്നെന്തുവാ നിനക്ക് വേണ്ട? വസ്തു വല്ലവർക്കും എഴുതി കൊടുക്കണോ? നീ ഇങ്ങനെ ഓരോ ആണുങ്ങളുടെ വീട്ടിലൊക്കെ പോയി ഓരോരുത്തരെ കെട്ടി അവരെ എല്ലാം ഇതാക്കി വസ്തു എഴുതി വാങ്ങിച്ചോണ്ട് നടക്കുമല്ലേ? അതുപോലെ ഇവിടെ കയറിയിരിക്കുകയാണോ വസ്തു എഴുതി വാങ്ങിക്കാന്? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്റെ ഭർത്താവ് ആദ്യത്തെ 16 വർഷം കഴിഞ്ഞ് തുമ്പോണെ അപ്പച്ചിയുടെ നിർബന്ധം എത്ര എണ്ണത്തിന് അതിന് മുമ്പേ വകവരുത്തിയെന്ന് ആർക്കറിയാം? എന്തുവാ നീ ഇങ്ങനെയൊക്കെ കാണിച്ച? എന്തുവാ മോളെയോ? നീ എന്തുവാ ഇതിന് മുന്നേ ഇവിടുന്ന് പൊക്കോ. എവിടാന്ന് വെച്ചാല് ഇവിടെ ഒന്നും നിക്കണ്ട. നിന്നെ കൊണ്ട് ഇവിടെ വലിയ ശല്യവാ സത്യത്തില്. ഞാന് ഐശ്വര്യം കെട്ടോളാം. ഞാന് മാല കെട്ടു 3000 രൂപ നീ കട്ടതാ. ഇവിടെ ഞാനും എന്റെ അമ്മയുടെ കൂടെ വർഷങ്ങൾ നിന്ന് ഞങ്ങളുടെ ഒന്നും കട്ടില്ല. എന്റെ ഇവിടെ ചോദിച്ചു നോക്ക്, എന്റേതും കട്ടില്ല, ഒന്നും കട്ടില്ല. നീ വന്ന് നിന്നപ്പോഴാ ഇവിടെ മാല കട്ടത്. 2 പവന്റെ മാല മോഷണം പോയി. അങ്ങനെ പലതും മോഷണം പോയി. പമ്മി ആൾക്കാർ വന്ന് ഇരുന്ന് ചാടുന്നത് എന്റെ അമ്മ കണ്ടതാ. ആൾക്കാർ വന്ന് പമ്മി ഇരുന്നിട്ട് ചാടുന്നത്. എന്തുവാ ഈ ആൾക്കാർ വന്ന് പമ്മി ഇരിക്കുന്നേ? എത്രയോ എല്ലാവർക്കും മലയെക്കാട്ടും വിലയുള്ള വളകളൊക്കെ കൊടുത്തു. 2.25 പവൻ വെച്ച് ഓരോരുത്തർക്കും. 2.25 പവന്റെ എന്തുവാ നീ തന്നേ? ആർക്കാ കൊടുത്തേ? വള തന്ന്. ആരിടിച്ച്? അമ്മേ കണ്ടോ? അമ്മേ ഇപ്പം കണ്ടോ? അമ്മേ ആരിടിച്ച്? നീ വന്നു പിന്നെ എന്തിനാടീന്നും പറഞ്ഞോണ്ട്. ദൈവമേ കൃഷ്ണ. ഇപ്പം എങ്ങനെയുണ്ടമ്മേ? ലാലാജി എണ്ണം പറഞ്ഞ ശരിയാണോ? ഇവള് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോഴോ അമ്മേ ഇത് തെളിഞ്ഞോ? ഇപ്പൊ ഇവള് പറഞ്ഞ തെളിഞ്ഞോ? ഇവിടെ കള്ളത്തരം തെളിഞ്ഞോ? നീ പറ, ബാക്കി പറ. നിന്നെ ഇടിച്ച് നീ അതുകൊണ്ട് ഇവിടെ ഇപ്പം തന്നെ ഇറങ്ങി. നീ ഇവിടെ ഇപ്പം തന്നെ. നിന്നെ ഇവിടെ ഇനി നിർത്താൻ പറ്റത്തില്ല. നീ ഇറങ്ങടി ഇപ്പം തന്നെ. ഇവള് കള്ളത്തരം പറയുന്നില്ലയോ? ഇവള് നട്ടാക്കളിക്കാത്ത കള്ളവല്ലേ ഇവള് പറയുന്നത്? ഇവക്ക് എന്നെ കൊല കൊടുത്തിട്ട് ഇവക്ക് ഈ വസ്തുവും വക ആർക്കാണ്ട് കൊടുക്കണം? നിനക്ക് ആർക്കടി? എന്റെ തന്ത ഉണ്ടാക്കിയത് കൊടുക്കണം. നിനക്ക് ആർക്കടി? ആന്നോടി? നിനക്ക് ആർക്കടി കൊടുക്കണ്ടേ എന്റെ വസ്തുവും വകയും? നിന്നെ ഇവളെ ഇടിച്ചെന്നമ്മേ. നട്ടാക്കളിക്കാത്ത കള്ളവമ്മ ഇവള്. അന്നേ ലാലാജി എണ്ണം വിളിച്ചു പറഞ്ഞ് ഞാനോടി. എടി ഗുരുദേവ സത്യം, എന്റെ ഒരേ ഒരു കുഞ്ഞു സത്യം. നിന്നെ ഞാൻ തൊട്ടിട്ടേ ഇല്ല. അതാടി നിന്റെ കള്ളത്തരം തെളിഞ്ഞത്. എടി നാണമില്ലല്ലോടി നിനക്ക് പറയാന്. എടി നീ അപ്പൊ നീ മുതുകള്ളിയാന്ന് എനിക്കറിയാം. നിന്നെ പോലൊരു കള്ളി ഈ ലോകത്തിലടി. നമ്പർ 1 കള്ളി. നീ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്യുന്നവളാടി? സഹോദരിയാണെങ്കിലേ മര്യാദക്ക് നിർത്തിക്കോണേ. ഇവിടെ ഇറങ്ങിപ്പോൻ പറ. ഇവിടെ സാധനം എല്ലാം ഇടയ്ക്ക് വിടാൻ പറ. ഇവിടെ എന്നാടി നീ പോന്നേ? നീ ഇവിടെ ഒന്നും നിൽക്കാനൊക്കത്തില്ല. നീ അന്നേ ഇവിടുന്ന് ഇറങ്ങിക്കോണം. നീ പിന്നെ ഒരു നിമിഷം നിന്റെ വസ്തു ഇത് എന്റെ തന്ത ഉണ്ടാക്കിയത്. നിന്റെ തന്ത ഉണ്ടാക്കിയതല്ലടി ഇത്. ഇതെന്റെ സഹദേവ പണിക്കരുടെ ഉണ്ടാക്കിയതടി. നിന്റെ കുടുംബത്തെ ഒന്നും അല്ലടി ഇത് കേട്ടോ. നീ ഇവിടെ കയറി കള്ളത്തരം നുണയും പറയാന്. നിന്നെ എന്നാടി ഇടിച്ചത്? കള്ളി കള്ളിയാന്നല്ലോടി നീ. നിന്റെ അത്രയും കള്ളം പറയുന്ന ഒരു ചുമ്മാ അല്ല ഈ രൂപത്തിലാക്കിയത് ദൈവം. എന്തൊരു രൂപമാടി ഇത്. നിന്നെ കാണാൻ പോലും കണ്ടാ ഗതി പിടിക്കത്തില്ല നിന്നെ. നീ ഇവിടുന്ന് ഇറങ്ങി. ശാശ് നടക്കുക ഇങ്ങനെ. ഇവിടെ കണ്ടാ ഗതി പിടിക്കാത്ത ശാശ് വന്ന് കിടക്കുക. കെട്ട കെടുമ്പം കണ്ട്. ഇവളെ പോലൊരു കെട്ട കെടുമ്പ്. ഇവള് എന്നോട് ലാലാജിയണ്ണൻ അന്നേ വിളിച്ചു പറഞ്ഞു മോളെ അവിടോട്ടൊന്നും പോലെ. ഇവള് ഈ നാട്ടുകാരോടെല്ലാം പറയുന്ന മോൾ ഇടിച്ചതാന്ന. ഇവിടെ ദേഹത്ത് പണ്ട് മുതലേ ഇവിടെ ദേഹം ഇങ്ങനല്ലേ മോളെ ഇരിക്കുന്നതെന്ന് ലാലാജിയണ്ണൻ അന്നേ എന്നോട് പറഞ്ഞു. അവന്റെ കാര്യം ഇവരാ മുതുകള്ളി. അവന്റെ അടുക്ക നടന്നില്ല ഇതൊന്നും. അവന്റെ അടുക്കല്ല ഈ കള്ളി മുതുകള്ളി. അന്നേ ലാലാജിയണ്ണൻ ഇവളെന്താ പറഞ്ഞു? ഞാനങ്ങനെ കൊടുത്തിട്ടേ ഇല്ല, പോലീസിനെ വിളിച്ചിട്ടേ ഇല്ലെന്ന്. ഇപ്പം കേട്ടോ നീ ഇടിച്ചോന്ന്. അപ്പൊ ഇവള് കള്ളവല്ലയോ പറഞ്ഞത്? എനിക്കറിയത്തില്ല. അറിയത്തില്ലയോ? ഞാൻ പോലീസിനെ ഇടിച്ചെന്നോ? നീ പോലീസിനെ വിളിച്ചില്ലായിരുന്നോടി? ഇലവൻകെട്ട പോലീസിനെ. നിങ്ങളെ രണ്ടിനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതിനല്ലടി. അത് കഴിഞ്ഞ് നീ ഇപ്പം പറഞ്ഞില്ലേ ഞാൻ നിന്നെ ഇടിച്ചെന്ന്. അതിനാ നീ പോലീസിനെ വിളിച്ചത്. നീ മറന്നോടി? ഇവിടെ പോലീസ് വിളിച്ചായിരുന്നല്ലോടി. നീ മറന്നോടി? നിന്റെ കള്ളത്തരമൊക്കെ എനിക്കറിയാം കേട്ടോ. നിന്നെ പോലൊരു കള്ളി. നിനക്ക് ഈ സ്വത്തൊക്കെ വിൽക്കാൻ എന്നെ കൊലയ്ക്ക് കൊടുക്കണം അല്ലയോടി? നിനക്ക് ആർക്കാടി കൊടുക്കേണ്ടത്? എന്റെ സ്വത്ത് എടുത്തേച്ച് എന്നെ കൊന്നേച്ച് നിനക്ക് ആർക്കാടി സ്വത്ത് കൊടുക്കേണ്ടത്? നിനക്ക് ആർക്കാടി സ്വത്ത് കൊടുക്കേണ്ടത്?
നിനക്ക് ആർക്കാടി ഈ സ്വത്ത് കൊടുക്കണം? നീ ആരാ ഇവിടുത്തെ എന്റെ സ്വത്ത് കൊടുക്കാൻ? അയ്യോ, ആരുമല്ല ഞാൻ. നീ ആരാടി ഇവിടുത്തെ? ഇല്ല, പിന്നെ കണ്ടാൽ ശരിയില്ലാത്തോളം. ആ നീ ആരാടി ഇവിടുത്തെ? ഇത് എന്റെ അച്ഛന്റെ വകയാടി. നീ ആരാ ഇവിടുത്തെ? നീ ഇവിടെ വന്ന് കിടന്ന് എന്റെ അമ്മയുടെ സഹോദരിയാന്ന് പറഞ്ഞോണ്ട് ഇവിടെ എന്തോ അട്ടിപ്പേര് കിടന്നിച്ച് നീ എന്നെ ഭരിക്കാൻ വരുന്നോ? നീ എന്തുവാടി നീ അട്ടിപ്പേര് കിടന്നിച്ച് നീ എന്തോ സാമർത്ഥ്യം എടുക്കുന്നത്? ഇവിടെ വരുന്ന ഞാൻ പോലീസുകാരെ വിളിച്ച് എന്തോ നീ കൈക്രിയ കാണിക്കുന്നേ അവരോട്? നീ എന്തുവാടി കൈക്രിയ കാണിക്കുന്നേ? എന്തിന് വന്നപ്പോ ഞാൻ ഓർത്ത് ആദ്യം കറണ്ട് ആയിരിക്കും വന്ന്, പിന്നെ അവർക്ക് വരെ മനസ്സിലായി, അവരതാ അനങ്ങാതെ നിന്നത്. അവർക്ക് മനസ്സിലായില്ല. ആ ഇല്ല, എന്തോ ഞാന് പിന്നെ മനസ്സിലായിന്ന് ആരാണ് ഇങ്ങനെ ആരാന്ന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാനോർത്ത് കറണ്ടുകാർ വന്നാണോ പോലീസാണോ എന്ന് സത്യം. പോലീസുകാർ ആരോ സ്വാധീനിച്ചിട്ടുണ്ട്. അവന്മാർ അവിടെ വന്നേച്ചങ്ങ് പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു സാറേ വാ ഇവിടെ അത് അവന്മാർ ഒന്നും എടുക്കത്തില്ല. അവന്മാര് പോലീസ് അവിടെ വന്നേച്ചെന്താ നമ്മുടെ എന്തോ എടുക്കത്തില്ലയോ നമ്മുടെ പരാതി? അവന്മാര് അതെന്താ എടുക്കാത്തേ അമ്മേ? എന്താ ദീപായസ് പണിക്കറിന്റെ പരാതി മാത്രം എടുക്കാത്ത? എന്തോ ഓൺലൈൻ കുറെ കള്ളത്തരമെല്ലാം ചെയ്ത് ഇവന്മാർക്ക് എന്തോ അപ്പൊ എന്നെ കൊന്ന് കൊല വിളിക്കാമെന്നാണ് ഇവന്മാരുടെ വിചാരം? അല്ല ഞാൻ ചോദിക്കാം, നിങ്ങൾ അതിന് കൂട്ടാൻ നോക്കത്തള്ളേ? എന്താ മിണ്ടാത്തേ? നിങ്ങൾക്ക് എന്റെ സ്വത്ത് വല്ലതും കൊടുക്കണോ? നിന്റെ പ്രിയദായസ് പണിക്കറിന് ഈ വകയും മുതലും കൊടുക്കണോ? അവർക്കും ബിജുപിക്കും തമ്മിലുള്ള ബന്ധം എന്തുവാ? എന്തോ കള്ളബന്ധമുണ്ട്. ഇവിടെ കള്ളബന്ധം ഉണ്ടാക്കിയത് ബിജുപിയെയും പ്രിയദായസ് പണിക്കറിനെയും ബന്ധപ്പെടുത്തി ഇവളെന്തോ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ട്. എന്നെ കൊലയ്ക്ക് കൊടുത്തേച്ച് ബിജുപിയും പ്രിയദായസ് പണിക്കറും കൂടെ വാഴുമെന്ന് വിചാരിച്ചോടി? ഇവിടെ വാഴുമെന്ന് വിചാരിച്ചോടി? പ്രീതായസ് പണിക്കറും ബിജുപിയും കൂടെ വാഴുമെന്ന് വിചാരിച്ചോടി ഇവിടെ? എടി നീ എന്തുവാടി പെണ്ണുങ്ങൾക്കെതിരെ എന്താ ഇത് കൂട്ടുന്നത്? നീ എന്തുവാടി ഗൂഢാലോചന നടത്തുന്ന പെണ്ണുങ്ങൾക്കെതിരെ? നീ ഇവിടെ ഇരുന്നാൽ മതി. നിന്റെ അവിടെ ഉള്ള തുമ്പോൺകാരിയുടെ അപ്പുറം ഇപ്പുറം ഉള്ളവന്മാരെയൊക്കെ മരുമോക്കെതിരെ കൊട്ടിക്കൊട്ടി വിളിച്ച് നീ കുറെ നടത്തിയതാ, ഞങ്ങൾക്ക് അറിയാതൊക്കെ. അതുപോലെ നീ ഇവിടെ കുട്ടനെ വിളിക്കുന്ന അവനും പറഞ്ഞതാടി. എന്റെ റെക്കോർഡുണ്ട് കുട്ടച്ചാരി വിളിക്കുന്നത്. എടി കുട്ടൻ ആരാടി? നിന്റെ ആരാടി കുട്ടനവൻ? നിന്റെ ആരാടി കുട്ടൻ? കുട്ടന് ആരും പിടിക്കാനില്ലായിരുന്നു. ഇതിലൂടെ കുട്ടൻ പോയി. ഞാൻ പറഞ്ഞു മോനെ ഇവിടെ രത്നമ്മ വീണേന് കുട്ടനെ ഉള്ളോടി. വഴിയെ പോകുന്നവരാരും ഇല്ലായിരുന്നോടി കുട്ടന് എങ്ങാണ്ട്. നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം. നീ ഇനി ഇവിടെ നിൽക്കണ്ട. കുട്ടൻ നിങ്ങളെ പിടിച്ച് പൊക്കിയെന്ന് എന്നാ അമ്മേ? ഒരു ദിവസം ഇവിടെ ഒന്ന് വീണില്ലേ? എനിക്കതൊന്നും ഓർമ്മയില്ല. ഇങ്ങനെ കുറെ കള്ളം പറയും ഇവളിങ്ങനെ പല പല കഥകളും പറയും. നീ ഒത്തിരി പേരെ ഇങ്ങനെ കയറ്റുന്നുണ്ട്. ഞങ്ങൾ ഇല്ലാത്ത സമയം നോക്കി കയറ്റി വെക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ ആരാടി? ഇവിടെ ഇത് എന്റെ അച്ഛന്റെ വീടല്ല, നിന്റെ തന്തയുടെ വീടല്ല. ഇത് എന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ, സഹദേവ പണിക്കരുടെ വീടാടി. നീ എന്തുവാടി എന്നെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് വന്ന് കിടക്കുന്നത്? നീ എന്തോ പോലീസുകാരോട് കൈയും കാലും കൈക്രിയൊക്കെ കാണിക്കുന്നേ? പോലീസുകാർ അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യാൻ വന്നപ്പോ നീ എന്തുവാടി കൈയും കാലും കാണിക്കുന്നേ? നീ എന്തുവാടി എന്റെ ശത്രുവായിട്ട് എന്റെ വീട്ടിൽ കയറി കിടക്കുന്നേ? കരണ്ടോ? ആണോ? നിനക്ക് അത്ര വലിയ പൊട്ടൊന്നുമില്ല. നീ വലിയ കള്ളിയാ. നിനക്ക് മാത്രമേ ഉള്ളൂ പോലീസുകാരെ മനസ്സിലാവാഞ്ഞത്. നീ ആള് കൊള്ളാവല്ലോടി. കരണ്ട് നോക്കാൻ വന്നതാണ്. പോലീസുകാരുടെ വേഷത്തിലാണോടി കരണ്ട് നോക്കാൻ വരുന്നേ? ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. കാക്ക് കൊടുക്കുന്നതും പിന്നെ കറണ്ട് നോക്കുന്നവരും നീ കരണ്ട് നോക്കുന്നവരും കാക്കി കൊടുക്കുന്നവരും ഞങ്ങൾക്ക് ഒരുപോലല്ല. ഇവിടെ കരണ്ട് നോക്കാൻ വരുന്നവരൊന്നും ഒരുപോലല്ല. ഒരു മഞ്ഞ തൊപ്പി വെച്ചോണ്ടാടി വരുന്നത്. നീ എന്തോ ഞങ്ങളെ പഠിപ്പിക്കുവാന്നോ? അല്ല, നിനക്ക് വിവരവും നിനക്ക് ക്രിമിനൽ ബുദ്ധി. നിന്റെ ക്രിമിനൽ ബുദ്ധി ഇങ്ങോട്ട് എടുക്കല്ലേ നിന്റെ? നീ എന്തോടി പ്രീതായസ് പണിക്കറിനെയും ബിജുപിയും കൂടെ കെട്ടിച്ചേച്ചി എന്റെ എല്ലാം കൊല്ലാൻ നോക്കുവാണോടി? നിനക്ക് ആരോടി ഇവിടെ കയറ്റി വന്നാൽ? ബിജുപിയാണോടി ഇവിടെ കയറ്റി വെക്കേണ്ടത്? അതോ ആരോടി കുട്ടനെയാണോ ഇവിടെ കയറ്റി വെക്കേണ്ടത്? സാധേ പണിക്കരുടെ മുതലിനകത്ത് നിനക്ക് സാധേ പണിക്കരുടെ മുതലിനകത്ത് ബിജുപിയാണോ കുട്ടനെയാണോ കയറ്റി വെക്കേണ്ടത്? ആരെയാണ് കയറ്റി വെക്കേണ്ടത്? ഇതെന്റെ മുതലാടി. ഇതെന്റെ മുതലാ. പ്രീതായസ് പണിക്കറിന്റെ കൊടുത്തതാ. ഇത് എനിക്കുള്ളതാ. ഇനിയും നീ എന്തുവാടി എന്റേത് പിടിച്ചു പറിക്കാനായിട്ട് വന്ന് കിടക്കുന്നത്? നിനക്ക് പിടിച്ചു പറിക്കണോ എന്റേത്? നീ എന്തുവാടി പോലീസുകാരോട് കൈക്രിയ കാണിക്കുന്നേ? നിനക്ക് ഇവിടെ ഒരു അവകാശവും ഇല്ലല്ലോ. നീ എന്തോ പിന്നെ കൈക്രിയ കാണിക്കാന്? ശാശിനെ പോലെ ആന്ന്. പിന്നെ നീ 40 വട്ടം നിരക്കി നടക്കുന്ന ഒരു വീഴ്ചയില്ല. നിനക്ക് പോലീസുകാരെ കണ്ടപ്പോ നീ വീഴാൻ പോയോ? അത് കൊള്ളാലോടി. നീ നിരക്കി നാഴിക്ക് 40 വട്ടം നീ ഇരിക്കാതെ നടപ്പല്ലോടി. നിനക്കെന്തോ ഇരിക്കാതെ നിനക്ക് ചന്തിക്ക് വല്ല എന്തോ മുള്ളുണ്ടോടി നീ ഇരിക്കാത്തത്? നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ അങ്ങ് നടപ്പാന്നല്ലോടി. നിനക്ക് 24 മണിക്കൂർ നടപ്പ്. അടുക്കളയിൽ നിന്ന് മൂത്രം അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട്. പിന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കുറച്ച് നേരം നിൽക്കുക, പിന്നെ അകത്തോട്ട് പോവാ. നിനക്ക് ഇരിക്കപ്പുറം ഇല്ലല്ലോടി. കക്കാൻ എന്തോ ഉണ്ടാകും. അതുകൊണ്ടായി